ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന സ്നേഹം സത്യസന്ധമായിട്ടാണോ എന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് നോക്കാം. ഇവിടെ ഓവറോൾ എനർജി 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഇനി നിങ്ങളുടെ എനർജി 8 ഓഫ് ഷോർട്സ് ആണ് നിങ്ങളുടെ എനർജി ആയിട്ട് വരുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ വരുന്നത് ഏസ് ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ യൂണിവേഴ്സ് മെസ്സേജ് ഒന്ന് നോക്കാം. യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നോക്കാം. ട്രസ്റ്റ് എന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ. ട്രസ്റ്റാണ്. അപ്പോൾ വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കുന്ന സമയത്ത് 9 ഓഫ് വാൺസ് 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ. നോക്കാം. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുന്ന വ്യക്തിയുടെ സ്വഭാവമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ നല്ലപോലെ കെയർ ചെയ്യുന്ന ആൾക്കൊരു ഫ്രീഡം ഉള്ള വ്യക്തിയാണ്. കുറച്ച് എന്താ പറയുക, ആളൊരു ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവമാണ്. എന്നാൽ നിങ്ങളെ നല്ല പോലെ കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഫിനാൻഷ്യലി കുറച്ച് ഓക്കെ ആയ വ്യക്തിയുടെ എനർജി ആയിട്ടാണ് കാണുന്നത്. എല്ലാം കൊണ്ടും ഒരു അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവ രീതിയായിരിക്കാം. അത്രയും പവർഫുള്ളാണ് ഈ വ്യക്തി. എല്ലാവരാലും അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പം ആളാണെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് സപ്പോർട്ടൊക്കെ തരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെ സഹായിക്കുന്നുണ്ടാവാം ഫിനാൻഷ്യലി ഒക്കെ. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവമാണ്. വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ലൈഫിൽ എല്ലാം നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയുടേതായിട്ട് കാണുന്നത്. ഇനി നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളെപ്പോഴും ഒരു കെട്ടിയിട്ടൊരു അവസ്ഥയിലാണ് ഉള്ളത്. എന്നാൽ ഈ വ്യക്തിയിലേക്ക് നിങ്ങൾ ഇതിൽ നിന്നും നിങ്ങളൊന്ന് പുറത്ത് കിടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒന്ന് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്നായിരിക്കാം. കാരണം നിങ്ങളുടെ എനർജി എനിക്ക് അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. ഒന്ന് പുറത്ത് കിടന്നാൽ മതി എന്നുള്ള ഒരു മൈൻഡിലാണ് നിങ്ങളുള്ളത്. ഈ വ്യക്തിയുടെ ഫീലിങ്സ് ആൾക്ക് നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കിവിടെ ഇങ്ങനെ കാണുന്ന സമയത്ത് നോ കോണ്ടാക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളെ ബ്രേക്കപ്പ് അല്ലെങ്കിൽ പിണക്കം, നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു കെട്ടിയിട്ട ഒരവസ്ഥ. ഈ വ്യക്തി ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടാവാം, സ്നേഹിച്ച് ഓവറാകുന്നുണ്ടാവാം ചിലപ്പോൾ. അത് നിങ്ങളെ നല്ല പോലെ ബാധിക്കുന്നുണ്ട് എന്നതാണ് കാണുന്നത് ഇവിടെ. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇതെല്ലാവർക്കും ഈ ഒരു റീഡിങ് കണക്റ്റ് ആവില്ല, പക്ഷെ അങ്ങനെയാണ് എനർജി വന്നിരിക്കുന്നത് ഇവിടെ. ശരിക്കും ഈ വ്യക്തിയുടെ ചിന്താഗതിയിൽ നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് നടന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അതിൻ്റെ പേരിലാണ് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയത്. ശരിക്കും ഈ വ്യക്തി ആയിരിക്കാം നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ചിലപ്പോൾ തരുന്നുണ്ടാവില്ല. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിനെ ഒഴിവാക്കാനും സാധിക്കുന്നില്ല. കാരണം ആളൊരു ഫ്രീഡം ഒരുപാട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഉള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പലപ്പോഴും അങ്ങനെയുള്ള ഒരു ചിന്താഗതി, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിനൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. പക്ഷെ നിങ്ങളെ ആൾ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
നിങ്ങൾക്ക് ഓവർ ആവുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തി ഓവർ ആവുന്ന രീതിയിലേക്കൊക്കെ പോകുന്നുണ്ടാവാം. ചില സാഹചര്യത്തിൽ വഴക്ക് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് ഇത് തന്നെയാണ് കാണുന്നത്. കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജി, അതുപോലെ 5 ഓഫ് ഷോർട്സിൻ്റെ എനർജി. അപ്പോൾ ഈ വ്യക്തി നിങ്ങളെ എന്തൊക്കെയോ രീതിയിൽ നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്വഭാവമാണെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഭയങ്കരമായിട്ടും ഒരു വിശ്വാസക്കുറവ് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സും അത് തന്നെയാണ് കേട്ടോ, ട്രസ്റ്റ് എന്നാണ്. അപ്പോൾ യൂണിവേഴ്സ് വിശ്വസിക്കാനാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിനെ കേട്ടോ. വിശ്വസിക്കൂ എന്നതാണ് പറയുന്നത് യൂണിവേഴ്സ്. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞാൽ നിങ്ങൾ ഈ വ്യക്തിനെ ഓവറായിട്ട് നിങ്ങൾ സംശയിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാവുന്നത്. നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആൾ നിങ്ങളടുത്ത് നേരെ നിൽക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണമെന്നുള്ള ചിന്തയിലാണ് നിങ്ങളുള്ളത്. എന്നാൽ ഇപ്പോൾ ഒരു ഒരു ഗ്യാപ്പിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തിയായാലും നിങ്ങളായാലും അങ്ങോട്ട് അടുക്കുന്നില്ല. നിങ്ങളെ വ്യക്തിയാണെങ്കിൽ വിചാരിക്കുന്നത്, ഈഗോ ഉള്ള വ്യക്തിയാണ്, നിങ്ങളെ അടുക്കട്ടെ ഇങ്ങോട്ടേക്ക്. നിങ്ങളാണെങ്കിൽ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ അവരടക്കട്ടെ. അതായത് ഇപ്പോൾ കോൾ ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ, ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ അടുക്കുന്നില്ല, നിങ്ങളുടെ വ്യക്തിയും അടുക്കുന്നില്ല. രണ്ടുപേർക്ക് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് എനിക്കിവിടെ. എന്നാൽ രണ്ടുപേർക്കും മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് കേട്ടോ. ഒരുപാട് നിരാശയിലാണ് ഈ ബന്ധം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കണം എന്നത് കാര്യത്തിലുണ്ട്. പക്ഷെ നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ഒന്നിൽ കൂടുതൽ എനർജി നിങ്ങളുടെ എനർജിയിൽ കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരുപാട് ഈ വ്യക്തിയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾ ഒഴിഞ്ഞു മാറി പോകണം എന്നുള്ള രീതിയിൽ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് പുറത്ത് കിടക്കാനായിരിക്കാം നിങ്ങൾ ഒരുമിച്ച് ഒരു ഫ്രണ്ട്സുമായിട്ടൊക്കെ കൂടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് എല്ലാവരുടെ എനർജി ആയിരിക്കില്ല, ഇത് കുറച്ച് പേർക്ക് മാത്രം യോജിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതിക്ക്, അതായത് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയ സ്ഥിതിക്ക് നിങ്ങളെ വിട്ടു നിന്നിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ നിങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ബോധ്യപ്പെടണം. അതായത് നിങ്ങളിങ്ങനെ കെട്ടിയിട്ട അവസ്ഥയല്ല, നിങ്ങളും എൻജോയ് ചെയ്യുകയാണ്, അവരോടൊപ്പം സെലിബ്രേഷനൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇടയ്ക്ക് ഫങ്ഷനൊക്കെ വന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ എനർജിയിൽ അതും കാണുന്നുണ്ട്. ഫ്രണ്ട്സ് എന്തൊക്കെയോ ഒരു ഫങ്ഷൻ നിങ്ങളുടെ കയ്യിൽ വന്നതായിട്ട് കാണുന്നു. എന്തോ ഒരു ഫങ്ഷൻ നിങ്ങൾ ആഘോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തി അതൊക്കെ കാണും, സ്റ്റാറ്റസ് കാണുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയുടെ മുമ്പിൽ ഒരു ഹാപ്പിനെസ് അഭിനയിക്കുന്നത് പോലെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്ക് ഈ വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു മൈൻഡിലാണ് നിങ്ങളുള്ളത്. കാരണം നിങ്ങൾക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷേ യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത് നിങ്ങൾ അവരെ വിശ്വസിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഓവറാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ചിന്താഗതിയിൽ ഇപ്പോഴും നിങ്ങളെ തന്നെ ആൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. ഒത്തിരി സ്നേഹം ഈ സമയത്തുണ്ട്. ആൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടോ, ഇനിയിപ്പോൾ സ്നേഹമില്ലേ, നിങ്ങൾ അഭിനയിക്കുകയാണോ, നിങ്ങൾ അതുപോലെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിനെ എന്താ പറയുക, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയിൽ അഡിക്റ്റാണ്. പക്ഷെ അത് നിങ്ങൾ പുറമേ അത് കാണിക്കുന്നില്ല എന്നതാണ് കാണുന്നത്. ഇപ്പം ഇവിടെ നിങ്ങൾക്കിടയിലുള്ള വഴക്ക്, ആളിപ്പോൾ പരമാവധി നിങ്ങളെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ഒരു മെരുക്കിയെടുക്കും, ഒരു കാട്ടിലെ സിംഹത്തെ മെരുക്കിയെടുക്കുന്നത് പോലെ നിങ്ങളെ മെരുക്കിയെടുക്കണം എന്നുള്ള അതാണ് ആൾ ചിന്തിക്കുന്നത്. നിങ്ങളങ്ങനെ പെട്ടെന്ന് മെരുക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്വഭാവക്കാരിയല്ല, അല്ലെങ്കിൽ സ്വഭാവക്കാരനല്ല. കുറച്ച് നല്ല പാട് ഉള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങളെങ്ങനെ മെരുക്കിയെടുക്കും? കാരണം ഇപ്പം നോ കോണ്ടാക്റ്റ് ആണ്, ആൾക്ക് എങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരും, എങ്ങനെ നിങ്ങളെ പറഞ്ഞ് വിശ്വസിക്കും? നിങ്ങൾ ചിലപ്പോൾ നല്ല രീതിയിൽ ആളെ സംശയിക്കുന്നുണ്ടാവാം. അതിൻ്റെ ഒരു ഒഴിവാക്കലാണ് ഇവിടെ കാണുന്നത്. രണ്ടുപേരും അകന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്താം എന്നുള്ള ഒരു ചിന്തയിലാണ് അവരുള്ളത് കേട്ടോ, നിങ്ങളുടെ വ്യക്തിയുള്ളത്. ഇവിടെ ഡബിൾ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾക്കിടയിൽ നല്ല വഴക്കിൻ്റെ ഒരു ഇതായിട്ടാണ് കാണുന്നത് കേട്ടോ. എനിക്കിവിടെ ഡബിൾ കാർഡ് വന്നുകൊണ്ട് തന്നെ നല്ലൊരു രീതിയിലുള്ള തടസ്സമുണ്ട്. ഒരു ബ്ലാക്ക് മാജിക്കൽ ഇതും കാണുന്നുണ്ട്. ഫാമിലി ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ പോയിരുന്ന ഒരു കണക്ഷൻ ആണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലപോലെ കെയർ ചെയ്ത ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളാണെങ്കിൽ ഇപ്പോൾ പെട്ടുപോയൊരവസ്ഥ, ഒരു ട്രാപ്പിനകത്ത് പെട്ടുപോയൊരവസ്ഥയിലാണ് നിങ്ങളുള്ളത്. കാരണം ഈ വ്യക്തിനെ നിങ്ങൾക്ക് ഭയങ്കര സംശയമാണ് ഇപ്പോൾ ഈ സമയത്ത്.
ഏതൊക്കെയോ രീതിയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ സംശയിക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് ആ തേർഡ് പാർട്ടിയുടെ ഇവിടെ പറയുന്നത് നമുക്കിവിടെ കാർഡ് വന്നതിനെ ട്രസ്റ്റ് ചെയ്യുമെന്ന്. ആ വ്യക്തിയെ നിങ്ങൾ ഓവറായിട്ട് സംശയിക്കേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ കണ്ണിൽ ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾ ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ മനസ്സിന് സന്തോഷം കിട്ടാനായിട്ട് നിങ്ങൾ ഇപ്പോൾ ഫംഗ്ഷന് പങ്കെടുക്കുന്നുണ്ടാവാം, ഹാപ്പിനെസ്സിൽ നിങ്ങൾ പോകുന്നുണ്ടാവാം. നിങ്ങൾ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിലും ആണുങ്ങളാണെങ്കിലും മദ്യപിക്കുന്നുണ്ടാവാം കൂടുതൽ. എന്തോ അത്രയും മനസ്സിന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഫ്രണ്ട്സോടൊപ്പം നിന്ന് കുറച്ചൊക്കെ എന്താ പറയുക ഒരു ലഹരിയിലൊക്കെ ഏർപ്പെടുന്നുണ്ടാവാം. പെണ്ണുങ്ങളാണെങ്കിൽ നിങ്ങൾ ഫംഗ്ഷന് കൂടുതലും അങ്ങനെയൊക്കെ ഒരു ഹാപ്പിനെസ് നിങ്ങളെ തന്നെ കണ്ടെത്താൻ നോക്കുകയാണ്. പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തി തെറ്റ് ചെയ്തില്ല എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത് കേട്ടോ. ഇതെല്ലാവർക്കും ഇത് കണക്റ്റ് ആവില്ല. ഇത് കുറച്ച് പേരുടെ റീഡിംഗ് ആയിട്ട് തന്നെയാണ് ഈ കാർഡ്സ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി തെറ്റ് ചെയ്തില്ല, അവർക്ക് ആ ബന്ധത്തിൽ നിലനിൽക്കേണ്ട എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ അവരെ ഓവറായിട്ട് സംശയിക്കുന്നത് അത് നിർത്താനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ ഒരു തേർഡ് പാർട്ടി ആണ് ഇത് പാര വയ്ക്കുന്നത്. നിങ്ങളെ തമ്മിൽ പറഞ്ഞ് സംശയിപ്പിക്കുന്നതൊക്കെ അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരിക്കും അവിടെ കൊണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാര്യമായിട്ട് ഇതിലുണ്ട്. ബ്ലാക്ക് മാജിക്കിൽ എനർജി വന്നിട്ടുണ്ട്. ആരൊക്കെയോ ചേർന്ന് നിങ്ങളുടെ ബന്ധത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ശരിക്കും ഈ വ്യക്തി നിങ്ങളോടാണ് ഒത്തിരി സ്നേഹം. നമുക്ക് കാർഡ്സ് കാണുമ്പോൾ അറിയുന്നു. പക്ഷേ കുറച്ച് ഫ്രീഡം ഉള്ള വ്യക്തിയാണ്. കുറച്ചിങ്ങനെ എന്താ പറയുക അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജി ആര് കണ്ടാലും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവ രീതിയൊക്കെയാണ് ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. എന്നാൽ നിങ്ങളെയാണ് ആൾക്ക് വേണ്ടത്. നിങ്ങളോടാണ് ആൾക്കൊരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നത് നിങ്ങളടുത്താണ്. പക്ഷേ നിങ്ങളാണെങ്കിൽ ഈ വ്യക്തിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ വേറെ കണക്ഷൻ ഉണ്ട് അവർക്ക്. അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് നിങ്ങൾ അടുക്കാത്തത്. നിങ്ങൾക്ക് ഒരു സംശയമാണ് ആ വ്യക്തിക്ക് വേറെ ബന്ധമുണ്ട്, ആൾ ഇത്ര ശരിയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിശ്വസിക്കുക. അവർക്ക് നിങ്ങളെയാണ് വേണ്ടതെന്നാണ് കാർഡ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാർക്കൊക്കെ കണക്റ്റ് ആവുന്നത്, കാരണം ആ വ്യക്തി ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയാണ് ആൾ എഫേർട്ട് എടുക്കുന്നത്. നമുക്ക് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്ന യേസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ആൾക്ക് ഇപ്പോഴും നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. നിങ്ങളിലേക്ക് തന്നെ ഒരു വരണം എന്നുള്ള ഒരു ചിന്ത മൈൻഡിൽ തന്നെയാണുള്ളത്. ആൾക്ക് എത്രയും പെട്ടെന്ന് ഇതൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഒരു റീകൺസിലേഷൻ, ഒരു റീയൂണിയനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിലൊരു മാറ്റം വരാൻ നിങ്ങളുടെ വ്യക്തി ശ്രമിക്കുന്നുണ്ട്, എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ബ്യൂട്ടീഷ്യൻ, വൈറ്റ് ബട്ടർഫ്ലൈസ്, സെപ്റ്റംബർ മാസം, തൃക്കേട്ട, വൈ എന്ന് എഴുതിയിട്ടുണ്ട്. ലെറ്റർ വൈ ആണ്. ആർട്ടിസ്റ്റ് ആയിരിക്കാം. ലെറ്റർ എ, ഡ്രൈവർ, മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം. പാലക്കാട്, കോഴിക്കോട്, ഏപ്രിൽ, ഇടുക്കി, ബ്ലാക്ക് കളർ, പർപ്പിൾ കളർ, ഒക്ടോബർ, അത്തം, ബ്ലൂ കളർ, ഉത്രട്ടാതി. ലെറ്റർ ടി ആണ്. ഭരണി, ചിത്തിര, സ്റ്റുഡൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. തിരുവാതിര, മാരേജ്, റീയൂണിയൻ, എല്ലാണ് വന്നിരിക്കുന്നത്. ലോയർ ആയിരിക്കാം. 40, 33, 46 ആണ്. 12, 30 ആണ് വന്നിരിക്കുന്നത്. വൈറ്റ് കളർ, സോഷ്യൽ വർക്കർ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങിന് അടുത്തൊരു പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും വരാം. താങ്ക് യു.